ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോഴൊക്കെ തന്നെ RSPക്കായിരിക്കും, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്കായിരിക്കും ജലവിഭവ വകുപ്പ്. മിക്കവാറും അങ്ങനെ തന്നെയാണ്. VP രാമകൃഷ്ണപിള്ള വന്നിരുന്നു, ബേബി ജോൺ ഇരുന്നു, പിന്നെ നമ്മുടെ ഷിബു ബേബി ജോൺ ജലവിഭവ വകുപ്പല്ല ഇരുന്നത്, മറ്റൊരു വകുപ്പിലാണ്. എങ്കിൽ പോലും കൂടുതലും പിന്നെ NK പ്രേമേന്ദ്രൻ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചവറ, കൊല്ലം ജില്ലകളിൽ നടക്കുന്ന, ചവറയിലും കൊല്ലം ജില്ലയിലും നടക്കുന്ന വലിയൊരു ചർച്ചയാണ് NK പ്രേമചന്ദ്രൻ നാട്ടിലേക്ക് ഇറങ്ങുമോ? വലിയ ചർച്ചയാണ്. NK പ്രേമചന്ദ്രൻ മന്ത്രിയാകുമോ? എന്തായാലും UDF വരാനുള്ള സാധ്യതയാണല്ലോ തെളിഞ്ഞു വരുന്നത്. ആകാശം മാനം തെളിയുന്നത് UDFുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പ്രത്യേകിച്ച് ദിവസം കഴിയുന്തോറും ആരോഗ്യ വകുപ്പും വനം വകുപ്പും ഒക്കെ വലിയ പ്രതിസന്ധി ഗവൺമെൻറ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. UDF വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ചവറയിൽ ആര് മത്സരിക്കും? ഇപ്പോഴുള്ള ഡോക്ടർ സുജിത്ത് തന്നെയായിരിക്കും അവിടെ വീണ്ടും മത്സരിക്കുക എന്ന് കേൾക്കുന്നു. അദ്ദേഹം പഴയ അവിടുത്തെ ഒരു വലിയ മുതലാളിയുടെ മകനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ മത്സരിച്ചാൽ വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഷിബു ബേബി ജോൺ അവിടെ കൃത്യമായി ഉണ്ട്. ഷിബു ബേബി ജോണിൻ്റെയും പാർട്ടിയും NK പ്രേമേന്ദ്രൻ്റെ RSP ഒക്കെ ഒന്നിച്ച് പോകുന്ന സാഹചര്യത്തിൽ ഷിബു ബേബി ജോൺ ആയിരിക്കുമോ സ്ഥാനാർത്ഥി? ഇനിയല്ല NK പ്രേമചന്ദ്രന് മന്ത്രിസ്ഥാനത്തിൻ്റെ ഒരു ആഗ്രഹം കൂടി കൊണ്ട് NK പ്രേമചന്ദ്രൻ മന്ത്രിയാകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. എന്തായാലും NK പ്രേമചന്ദ്രൻ മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും MP എന്നുള്ള നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. RSP എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ RSP = പിന്നെ NK പ്രേമചന്ദ്രൻ. ആ സമയത്ത് പക്ഷേ ഷിബു ബേബി ജോൺ കൂടെ ഇല്ലായിരുന്നു. ഷിബു ബേബി ജോൺ വന്നിട്ടുണ്ട്, ബാബു ദിവാകരൻ വന്നിട്ടുണ്ട്, RSP കുറച്ചുകൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേതാക്കളുള്ള സാഹചര്യം, PACs ഉണ്ട്. അപ്പം ഒരുപാട് നേതാക്കളുള്ള സാഹചര്യത്തിൽ ആരായിരിക്കും ചവറയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി? അടുത്ത RSPയുടെ മന്ത്രി ആരാണ്? ഇതറിയുവാനൊരു കൗതുകമുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് ഷിബു ബേബി ജോണിനെ പിന്നെ അടുത്ത് വരുന്ന MP സ്ഥാനം കൊടുക്കാമെന്നും അതേസമയം NK പ്രേമേന്ദ്രൻ കേരളത്തിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യമുണ്ട്. ഇനി ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് UDFിൽ നിന്ന് വാങ്ങി ഷിബു ബേബി ജോണിന് കൊടുത്താൽ കൊള്ളാമെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ വളരെ വിപുലമായ ചർച്ചകളാണ് RSPക്കകത്ത് നടക്കുന്നത്. സ്വാഭാവികമായി മറ്റ് പാർട്ടികളിൽ ഉള്ളതുപോലെ, ബൂർഷ്വാ പാർട്ടികളിലും മറ്റ് പാർട്ടികളിൽ ഉള്ളതുപോലെയുള്ള തർക്കവും ഗ്രൂപ്പും ബഹളവും എല്ലാം ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടൊരു പാർട്ടിയാണല്ലോ. അപ്പോൾ അതുമൊക്കെ ഇതിനകത്തുണ്ട്. ആളുകൾ ചേരി തിരിഞ്ഞൊക്കെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. NK പ്രേമചന്ദ്രനാണോ മന്ത്രിയായി വരുന്നത്, അതോ നമുക്കിനി അടുത്ത് വരാൻ കിടക്കുന്നത് ഷിബു ബേബി ജോൺ ആണോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. എന്തായാലും ചവറ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായി മാറും. അവിടെ നിന്ന് ആരാണ് MLA എന്ന് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും അവിടെ നിന്നൊരു MLA ഉണ്ടാകും. അത് UDFിനായിരിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് അടുത്ത മന്ത്രി? ഇനി മന്ത്രി ആയാൽ തന്നെ ജലവിഭവ വകുപ്പ് എടുക്കുമോ, മറ്റേതെങ്കിലും വകുപ്പ് കൊടുക്കുമോ എന്നുള്ള ചോദ്യവും ഗൗരവമായി നിൽക്കുന്നു. ഒരിക്കൽ വഹിച്ചിരുന്നതായതുകൊണ്ട് ഇനി വീണ്ടും ജലവിഭവ വകുപ്പ് അതിനെടുക്കുമോ എന്നൊരു ചോദ്യവുമുണ്ട്. എന്തായാലും തൊഴിൽ വകുപ്പ് ഷിബു ബേബി ജോൺ വഹിച്ചിരുന്നു. UDFിൻ്റെ ഭാഗമായും നിന്നിട്ട് LDFിൻ്റെ ഭാഗമായി നിന്നിട്ടാണ് NK പ്രേമചന്ദ്രൻ നിന്നിട്ടുള്ളത്. ഇന്ന് രണ്ട് കൂട്ടരും ഒരു മുന്നണിയിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം, കാലം എന്താണ് കാത്തുവച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ഷിബു ബേബി ജോണോ NK പ്രേമചന്ദ്രനോ?